നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റെപ്യൂട്ടേഷനുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. നമ്മളുടെ സ്വന്തം കൊച്ചിയിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചി ഷിപ്പ് ബിൽഡിംഗ് യാർഡാണ്, അതുപോലെ തന്നെ ഷിപ്പ് റിപ്പയർ യാർഡുണ്ട്. അത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ തന്നെ യശസ് ഉയർത്തിയ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു സംഭവമായിരുന്നു നമ്മളുടെ വിമാനവാഹിനി കപ്പൽ അല്ലെങ്കിൽ INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലിൻ്റെ നിർമ്മാണം. അതിൻ്റെ ഏറെക്കുറെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിയത് കൊച്ചിൻ ഷിപ്പ്യാർഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു ഷിപ്പ് ബിൽഡിംഗ് യാർഡ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ റെപ്യൂട്ടേഷൻ ഉണ്ടായ ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. അപ്പോൾ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ ഒരു സുവർണ അവസരം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഒരു സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ, ഈവൻ ഒരു ആർട്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള ഒരു മികച്ച അവസരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ അവസരം ഒന്ന് ഉപയോഗിക്കാനും അതിനൊന്ന് അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ ഒരു മികച്ച അവസരം എന്ന് ഞാൻ പറഞ്ഞു. അവർ 2 ഡെസിഗ്നേഷനുകളിലാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അതിൽ ഒന്ന് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ്, രണ്ടാമത് ഇൻസ്ട്രക്ടർ എന്നുള്ള റോളിലുള്ള അപ്പോയിൻമെൻറ്റുകളാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഒരു റോളിൽ യഥാർത്ഥത്തിൽ അവർക്ക് ആവശ്യമുള്ളത് കുറേയധികം പ്രൊഫൈൽ അല്ലെങ്കിൽ കുറേയധികം ഡിഗ്രി പ്രോഗ്രാംസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എന്നവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലിയറായിട്ട് തന്നെ പറഞ്ഞാൽ അതൊരു എഞ്ചിനീയറിംഗ് ബിരുദധാരിക്കുള്ള ഓപ്പർച്യൂണിറ്റി അല്ല. അതേസമയം മറ്റ് ആർട്സ് മേഖലയിൽ, സയൻസ് മേഖലയിൽ, കൊമേഴ്സ്, ഇനി കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BBA പോലത്തെ മേഖലകൾ, അപ്പോൾ ഇത്തരത്തിലുള്ള 3 വർഷ ഡിഗ്രികൾ, ത്രിവത്സര ഡിഗ്രികൾ, അപ്പോൾ 3 ഇയർ ഡിഗ്രികൾ കംപ്ലീറ്റ് ചെയ്തവർക്കെല്ലാം, അതിൽ ആർട്സിനും സയൻസിനും കൊമേഴ്സിലും ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ അർത്ഥം നിങ്ങൾ BA കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും, BCom കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും, അല്ലെങ്കിൽ BSc കെമിസ്ട്രി ഫിസിക്സ് പോലുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു മികച്ച അവസരമാണ്. ഇതിനോടൊപ്പം തന്നെ ഈ 3 വർഷത്തെ ഡിഗ്രിയോടൊപ്പം ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കൂടെ വേണം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ ഉള്ളത് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ആ വെബ്സൈറ്റൊക്കെ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ അവസരത്തിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം വേണം അപ്ലൈ ചെയ്യാൻ. എനിവേ, ആർട്സിലും സയൻസിലും കൊമേഴ്സ് പോലുള്ള മേഖലകളിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മികച്ച ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കാം. 30 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഈ അവസരം. അപ്പോൾ 30 വയസ്സ് ക്രോസ് ചെയ്ത് പോയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 30-ൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ പ്രൊഫൈലിനോടൊപ്പം ഇത് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് എന്ന ഒരു ഡെസിഗ്നേഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ഇൻ ലോജിസ്റ്റിക്സ്. അപ്പം എക്സ്പീരിയൻസ് നാച്ചുറലി നമുക്ക് ലോജിസ്റ്റിക്സ് മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും വേണ്ടത്. പക്ഷേ ലോജിസ്റ്റിക്സ് മേഖലയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ അവർ ആവശ്യപ്പെടുന്നില്ല. അതായത് MBA ഇൻ ലോജിസ്റ്റിക്സ് അങ്ങനെയൊന്നും അവർ പറയുന്നില്ല. അതല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഒരു കോഴ്സ് അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്നേ ഇല്ല. പക്ഷേ ലോജിസ്റ്റിക്സിൽ ഉള്ള ഒരു അനുഭവ പരിചയം ഒരുപക്ഷെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കും. നിങ്ങൾ ഏത് ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്, ഈ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് എന്നുള്ള തസ്തിക കൂടാതെ ഒരു തസ്തികയിലും കൂടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. നമ്പേഴ്സ് കൂടുതൽ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് എന്നുള്ള തസ്തികയ്ക്കാണ് എന്ന് മാത്രം. രണ്ടാമത്തെ തസ്തിക ഇൻസ്ട്രക്ടർ എന്നുള്ള തസ്തികയാണ്. അത് ഫയർ ആൻഡ് സേഫ്റ്റി ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി മേഖലയിലെ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. അതും ഡീറ്റെയിൽഡ് ആയിട്ട് വെബ്സൈറ്റ് ഇവാലുവേറ്റ് ചെയ്ത് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ളത് ഒന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ 2 തസ്തികകളുടെയും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഡിസംബർ 13 ആണ്. അപ്പം ഡിസംബർ 13-ാം തീയതിക്കുള്ളിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റിൽ കയറി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വെബ്സൈറ്റ് ലിങ്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. അത് ഒന്ന് മനസ്സിലാക്കി. രണ്ടാമത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞു. ആദ്യത്തെ തസ്തിക പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ തസ്തികയിൽ എക്സ്പീരിയൻസ് വേണമെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അതിൻ്റെ നേച്ചർ ഓഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് വെബ്സൈറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സന്ദർശിക്കുക, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ആ വെബ്സൈറ്റിൽ നിന്നൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. കാരണം പിന്നീടുള്ള ഇൻ്റർവ്യൂകളിലും ടെസ്റ്റുകളിലുമൊക്കെ ആ ഓർഗനൈസേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ ഈ
മേഖലയിൽ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2 തസ്തികകളിലും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. 13-ാം തീയതിക്കുള്ളിൽ ഡിസംബർ 13, 2024 തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ അകത്ത് സാലറി സ്ട്രക്ചർ അവർ പറഞ്ഞിട്ടുള്ളത് 24,400 ഫസ്റ്റ് ഇയറിൽ എങ്ങനെ ആണ് അവരുടെ സാലറി സ്കെയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇതൊരു കരാർ നിയമനമാണ്. പക്ഷേ 2ാം വർഷമാകുമ്പം 24,400 എന്നുള്ളത് 25,400 അടുത്തേക്ക് ഒരു എമൗണ്ടിലേക്ക് മാറും. അതായത് ഏകദേശം ഒരു 1,000 രൂപ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വർധനവ് 2ാം വർഷം ഉണ്ടാവും. അതിൽ നിന്നും ഒരു 1,000 രൂപ വർധനവ് 3ാം വർഷവും ഉണ്ടാവും. അപ്പോൾ ഓരോ വർഷവും ഏകദേശം ഒരു 1,000 അപ്രോക്സിമേറ്റ്ലി, എനിക്ക് എക്സാക്റ്റ് എമൗണ്ട് അല്ല പറയുന്നത്, തുടക്കത്തിൽ 24,400 എക്സാക്റ്റ് എമൗണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഒരു 1,000 വെച്ചുള്ള ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ഹൈക്ക് നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന രീതിയിലാണ് ഇവർ ഈ കോൺട്രാക്റ്റ് നിയമനം നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യവും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും 2 അതിലധികമോ വീഡിയോസ് ഞാൻ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് അതുമല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നേരിട്ട് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് and wish you all the best.